പഠനം കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പലപ്പോഴും അവ നിർമ്മിക്കാനോ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാനോ നാം മെനക്കെടാറില്ല. ചെലവേറിയതാണ്, ലഭ്യമല്ല, സമയമില്ല തുടങ്ങിയ കാരണങ്ങളൊക്കെ നാം അതിനെ കണ്ടെത്താറുണ്ട്. 2012 സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ അധ്യാപകർക്കുള്ള പഠനോപകരണ നിർമ്മാണ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള പഠനോപകരണങ്ങളിൽ ചിലത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയിൽ മാത്സ് ലോകത്തോടെ പങ്കെടുക്കുന്നു. വൈദ്യുത കാന്തങ്ങളെ കുറിച്ചും ജനറേറ്റർ ഉപയോഗിച്ചുള്ള വൈദ്യുത നിർമ്മാണത്തെ കുറിച്ചുമെല്ലാം UP ക്ലാസ്സിൽ തന്നെ പഠനം ആരംഭിക്കുന്നു. 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നു. AC DC ജനറേറ്ററുകളുടെ പ്രവർത്തനം, അവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള പഠനം കേവലം കമ്പിച്ചുരുളുകളിലും ബാർ മാഗ്നറ്റുകളിലും ഗാൽവനോമീറ്ററുകളിലും ഒതുങ്ങി നിൽക്കാറാണ് പതിവ്. തുടർന്ന് അവ ബ്ലാക്ക് ബോർഡിലെ AC സിഗ്നലുകളായി ചുരുങ്ങുന്നു. ഏറിയാൽ കമ്പ്യൂട്ടർ സിമുലേഷൻ. നമ്മുടെ ലാബിലെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇതിൽ കൂടുതൽ പലപ്പോഴും ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. ഈ പരിമിതികൾ മറികടക്കാനാണ് കമ്പ്യൂട്ടർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എൻ്റെ ഈ പഠനോപകരണത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനം ഒന്ന് കണ്ടുനോക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ ശേഖരിക്കാവുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബാർ മാഗ്നറ്റ്, ഒരു 12 വോൾട്ടിന്റെ DC മോട്ടർ, ടേപ്പ് റെക്കോർഡറിന്റെ പിഞ്ച് റോളിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ചക്രം, കുറച്ച് തെർമോകോൾ കഷ്ണങ്ങൾ, ഒരു റിലേ കോയിൽ. ഈ റിലേ കോയിൽ പഴയ സർക്യൂട്ടുകളിൽ നിന്ന് നമുക്ക് അഴിച്ചെടുക്കാവുന്ന ഒന്നാണ്. ഒരു സോളിനോയിഡ് സ്വിച്ചാണ് യഥാർത്ഥത്തിൽ ഈ റിലേ കോയിൽ. റിലേ കോയിലിൽ ഒരു കമ്പിച്ചുരുളും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വിച്ചുമാണുള്ളത്. ആ കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ആ സ്വിച്ചിനെ ഓണാക്കുന്ന ഒരു സംവിധാനം അതിനുള്ളിലുണ്ട്. ഇതിൽ കമ്പിച്ചുരുളിൽ നിന്ന് വരുന്ന ടെർമിനലുകളെ നമ്മളൊരു വയർ ഉപയോഗിച്ച് ഔട്ട്പുട്ടായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ റിലേ കോയിലിനെ ഈ തെർമോകോളിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഹോൾ വഴി കടത്തി വെക്കുന്നു. അപ്പോൾ ഈ റിലേ കോയിൽ ഈ ബാർ മാഗ്നറ്റിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ നടുവിലായിട്ട് ഇരിക്കുകയാണ്. ഈ കാന്തിക മണ്ഡലത്തിലുണ്ടാകുന്ന ചലനം ഈ റിലേ കോയിലേക്ക് പ്രേക്ഷണം ചെയ്യപ്പെടുകയും അത് വൈദ്യുതി ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി വളരെ ചെറുതാണ്. മില്ലി വോൾട്ട് റേഞ്ചിലുള്ള വൈദ്യുതിയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഈ ഔട്ട്പുട്ടിനെ നാം കണക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഓഡിയോ ഇൻപുട്ട് ജാക്കിലേക്കാണ്. ഈ സിഗ്നൽ നമ്മൾ ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വേവ് ഫോം കാണാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന സിഗ്നലിനെ കമ്പ്യൂട്ടറിൻ്റെ മൈക്ക് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറക്കുന്നു. ഒഡാസിറ്റി സോഫ്റ്റ്വെയർ എല്ലാവർക്കും സുപരിചിതമാണ്. 9ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിൽ വിശദമായിട്ട് ഒഡാസിറ്റി സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൈക്ക് ഇൻപുട്ടിൽ വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ ബിൽറ്റിൻ മൈക്കിൽ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഇതിൽ മൈക്ക് ഇൻപുട്ടിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന സിഗ്നലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു സിഗ്നലും തന്നെ അവിടെ ലഭിക്കുന്നില്ല. കുറച്ചുകൂടെ വൈഡായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒഡാസിറ്റിയിലെ വ്യൂ ഫിറ്റ് വെർട്ടിക്കലി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മുടെ ബാറ്ററി മോട്ടറുമായിട്ട് ബന്ധിപ്പിക്കുക. മോട്ടോർ കറങ്ങാൻ തുടങ്ങി സിഗ്നൽ ഉണ്ടാകും നമുക്ക് കാണാം. ഈ സിഗ്നലിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൂം ഓപ്ഷൻ ഉപയോഗിക്കാം. ഉണ്ടായി വരുന്ന വൈദ്യുത തരംഗങ്ങളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് സൈൻ വേവ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതാണ് നമ്മൾ AC സിഗ്നലായിട്ട് സാധാരണ വരയ്ക്കുന്നത്. ഇനി ഇതിന്റെ പൊസിഷൻ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്ന് നോക്കാം.
ഈ കാന്തിക മണ്ഡലത്തിൽ നിന്നും കമ്പിച്ചുള്ള അകലുമ്പോൾ ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഉണ്ടാകുന്ന കറണ്ടിന്റെ അളവ് കുറയുന്നു. കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ് കറണ്ടിനെ നിർണ്ണയിക്കുന്നത്, d∅dt. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓഡിയോ പ്രിഫറൻസസ് എടുത്ത് അതിന്റെ ഇൻപുട്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ആംപ്ലിഫയറിന്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ഒപ്റ്റിമം കണ്ടീഷനിൽ ആദ്യമേ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പൊസിഷൻ മാറുമ്പോൾ ആ വേവ് ഫോമിൽ ഉണ്ടാകുന്ന ചേഞ്ച് ശ്രദ്ധിക്കുക. അതിന്റെ സൈഡിലായിട്ട് വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള വേവാണ് ഉണ്ടാകുന്നത്, സൈൻ വേവ് അല്ല. അതിന്റെ കാരണം ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഈ സൈഡിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. ഓരോ റൊട്ടേഷനിലും അതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സൈക്കിളിൽ 2 പീക്കുകൾ വരുന്നത്. അല്ലെങ്കിൽ 2 സൈൻ വേവുകൾ ഓവർലാപ്പ് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലുള്ള വേവ് ഫോമാണ് ഇവിടെ ഉണ്ടായി വരുന്നത്. അപ്പോൾ റിയൽ ടൈം ആയിട്ട് നമുക്ക് ഉണ്ടായി വരുന്ന വൈദ്യുതിയെ ഈ സംവിധാനം ഉപയോഗിച്ച് ഒട്ടും തന്നെ ചെലവില്ലാതെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ ലാബുകളിലെ ഓസിലോസ്കോപ്പ് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലൊരു കാഴ്ച കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ചില സ്കൂളുകളിലെല്ലാം ഫിനിക്സ് കിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇന്റർഫേസ് ചെയ്യാവുന്ന ഒരു കിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും അത് ലഭ്യമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഉപയോഗിച്ചും കൊടുക്കാം, പക്ഷെ അതിന് കൂടുതൽ സാമ്പത്തിക ചെലവുണ്ട്. അടുത്തതായി ഈ ഉണ്ടായി വരുന്ന AC എങ്ങനെ DC ആക്കാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ AC യെ DC ആക്കണമെങ്കിൽ നമുക്ക് റെക്ടിഫിക്കേഷൻ എന്ന പ്രോസസ്സ് നടത്തേണ്ടതുണ്ട്. റെക്ടിഫിക്കേഷൻ നടത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയോഡാണ്. ഈ ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫിക്കേഷൻ നമുക്ക് ഈ സംവിധാനത്തിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഉണ്ടായി വരുന്ന ഈ AC സിഗ്നലിനെ നമുക്ക് ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ഒരു സിലിക്കൺ ഡയോഡിന്റെ റെക്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലുള്ള മിനിമം വോൾട്ടേജ് 0.7 വോൾട്ട് ആണ്. ആ വോൾട്ട് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. 0.7 വോൾട്ടാണ് ഒരു ഡയോഡ്, സിലിക്കൺ ഡയോഡിന്റെ ന്യൂ വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. ആ ന്യൂ വോൾട്ടേജിന് മുകളിലുള്ള ഒരു വോൾട്ടേജ് ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ ഫോർവേഡ് ബയസിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഡയോഡിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സംവിധാനം നമുക്ക് ഇനി റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒരു യഥാർത്ഥ ട്രാൻസ്ഫോർമർ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയെ റെക്ടിഫൈ ചെയ്ത് അതിനെ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണിക്കേണ്ട ആവശ്യം ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓഡിയോ ഇൻപുട്ട് ജാക്കിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്ന വോൾട്ടേജിന്റെ പരിധി. ട്രാൻസ്ഫോമറിൽ നിന്ന് ഉണ്ടായി വരുന്ന വൈദ്യുതിയെ നമുക്ക് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്യാനും അത് സേഫ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ജാക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ട ഒരു ചെറിയ ഇന്റർഫേസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കമ്പോണൻസ് ഒന്നും ഇതിനകത്തില്ല. ഇതിന്റെ പ്രധാന കമ്പോണന്റ് 2 റെസിസ്റ്ററുകളാണ്. ഇത് സീരിയലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ സീരിയലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൽ നമ്മൾ വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് അതിൻ്റെ ഹയർ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ടായിരിക്കും. ലോ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വളരെ കുറവായിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സേഫ് ആയിട്ട് മില്ലി വോൾട്ട് റേഞ്ചിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി സേഫ് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അതിനുള്ള ചെറിയ അഡാപ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയോഡുകൾ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ജമ്പറുകൾ കണക്ട് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ ഒരു സെൻട്രൽ ടാപ്പുള്ള ഒരു ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 ജമ്പറുകൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന്
നമുക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ രണ്ടാമത്തെ നിരയിലായിട്ട് കാണുന്ന ഈ കണക്ടറുകളിലേക്ക് ഡയോഡിനെ കണക്ട് ചെയ്യുകയും അതുവഴി ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യിച്ച് അതിലെ ലോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെക്ടിഫിക്കേഷൻ മുമ്പ് ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി എങ്ങനെയാണെന്ന് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് അതിനെ ഒന്ന് നിരീക്ഷിക്കാം. ഇതൊരു 6 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. ഇവിടെ സെൻട്രൽ ടാപ്പുള്ള ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ലഭ്യമായ ഈ ട്രാൻസ്ഫോമറിൽ സെൻട്രൽ ടാപ്പ് ഓപ്ഷൻ ലഭ്യമല്ല. അതുകൊണ്ട് സെൻട്രൽ ടാപ്പ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. പിന്നുകൾ ഘടിപ്പിക്കുന്നു. ഡയോഡ് ഇല്ലാതെ ഇതിൻ്റെ വൈദ്യുതിയെ നേരിട്ട് ഈ റെസിസ്റ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് 2 ജമ്പറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജമ്പർ നേരെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്ന AC വോൾട്ടേജ് ഈ റെസിസ്റ്ററിലൂടെ കടന്നു പോവുകയും അതിൽ നിന്നും കിട്ടുന്ന നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്തിരിക്കുന്ന കറണ്ട് ഇൻപുട്ട് ജാക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ഇനി നമുക്ക് ഓഡാസിറ്റി സോഫ്റ്റ്വെയർ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഓഡാസിറ്റി സോഫ്റ്റ്വെയറിൽ ഈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരു AC സിഗ്നലാണ് ഇവിടെ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഗാർഹിക വൈദ്യുതിയിൽ നിന്ന് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം അതിനെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനുമാനിക്കാം നമ്മൾ ജനറേറ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഡാമുകളിൽ നിന്നും പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. ആ ലഭിച്ച അതേ AC സിഗ്നലിന്റെ പാറ്റേൺ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതും ഒരു സിനുസോയ്ഡൽ വേവ് ആണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ നടത്തി നോക്കാം. ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ നടത്തുന്നതിനായിട്ട് ഇതിന്റെ ഒരു ജമ്പർ ഊരുകയാണ്. അപ്പോൾ സപ്ലൈ ലഭിക്കുന്നില്ല. അതിനുശേഷം ആ ജമ്പറിന് പകരമായിട്ട് IM4007 സിലിക്കൺ ഡയം കൂടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഇതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കാണാം. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് സർക്യൂട്ട് പൂർത്തിയാകുന്നില്ല. ആ വൈദ്യുതി അവിടെ വിച്ഛേദിക്കപ്പെടുന്നു. ഇനി നമുക്ക് ഈ ഡയോഡിനെ ഒന്ന് തിരിച്ചു വെച്ച് നോക്കാം. അതിന്റെ ടെർമിനലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ കട്ട് ചെയ്ത് പോകുന്നതായിട്ട്. കാരണം ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡിലായിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്തായിരിക്കും ഫോർവേഡ് ബയസ്. അതുകൊണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളുകൾ മാത്രം ലഭിക്കുകയും പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് 2 ഹാഫ് സൈക്കിളുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ വേവ് റെക്ടിഫയർ എന്ന സംവിധാനം ഉപയോഗിക്കാം. ഇതിനായിട്ട് ഇവിടെ സെൻട്രൽ ടാപ്പ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ ആയതിനാൽ ഫുൾ വേവ് റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ 2 ഡയോഡ് ഉപയോഗിച്ചുള്ള സർക്യൂട്ട് സാധിക്കില്ല. പകരം ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ സംവിധാനത്തിന്റെ ഔട്ട്പുട്ടാണ് ഓഡാസിറ്റിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നഷ്ടപ്പെട്ടു പോയ ഒരു ഹാഫ് സൈക്കിൾ കൂടെ നമ്മളിവിടെ റിക്കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ സംവിധാനത്തിലൂടെ 2 ഹാഫ് സൈക്കിളുകൾ പോസിറ്റീവിലേക്ക് വന്നിരിക്കുന്നത് കാണാം. ഇത് പോസിറ്റീവ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ AC കമ്പോണൻസ് അഥവാ അതിനകത്ത് റിപ്പിൾസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിൽട്ടർ സംവിധാനം. വളരെ ലളിതമായ ഒരു ഫിൽട്ടർ സംവിധാനം നിർമ്മിക്കാൻ ഒരു കപ്പാസിറ്റർ മാത്രം മതിയാവും. ഒരു കപ്പാസിറ്ററിലൂടെ നമുക്ക് ഇതിന്റെ AC കമ്പോണന്റിനെ ഫിൽട്ടർ ചെയ്ത് വരുന്നതിനാണ്. ഇതിൽ തന്നെ 2 കപ്പാസിറ്ററുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് വാല്യൂ കുറഞ്ഞ ഒരു കപ്പാസിറ്റർ, അതിന്റെ വാല്യൂ 4.7 മൈക്രോ ഫാരഡ് ആണ്. രണ്ടാമത് ഈ വലിയ കപ്പാസിറ്ററിന്റെ വാല്യൂ 470 മൈക്രോ ഫാരഡ് ആണ്. അത് നമുക്ക് ഈ ചെറിയ വാല്യൂ ഉള്ള കപ്പാസിറ്ററിനെ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് നോക്കാം.
ഈ കപ്പാസിറ്റർ ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിന്റെ AC സ്വഭാവം കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ആ റിപ്പിൾസ് അവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഇത് ഒരു പ്യുവർ DC ആയിട്ട് മാറിയിട്ടില്ല, കാരണം അതിൻ്റെ അകത്ത് റിപ്പിൾസ് അടങ്ങിയിരിക്കുന്നു. ഈ കപ്പാസിറ്റർ മാറ്റി കുറച്ചുകൂടെ വാല്യൂ കൂടിയ കപ്പാസിറ്റർ, ഇവിടെ 470 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കാര്യക്ഷമമായി ഫിൽറ്ററിംഗ് നടക്കുന്നത് കാണാം. നമ്മുടെ കയ്യെത്തും ദൂരത്ത് ധാരാളം പഠനോപകരണങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. അവ കണ്ടെത്തുകയും ഫലപ്രദമായി ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുകയും ചെയ്താൽ പഠനം രസകരവും അധ്യാപനം അനായാസവുമാണ്. അതിനായി ഒരു പെഡഗോഗിക് മൈൻഡ് രൂപപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവർക്കും അത്തരത്തിൽ ഒരു നല്ല പെഡഗോഗിക് മൈൻഡ് രൂപപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മാത്സ് ഗ്ലോബൽ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം.